ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് കുതിച്ച് മിഥുൻ മാനുവൽ തോമസ് രചിച്ച് സംവിധാനം ചെയ്ത ആട് 3 പാർട്ട് 1 വൺ ലാസ്റ്റ് റൈഡ്. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ഗംഭീര പ്രേക്ഷക പ്രതികരണം നേടിയ ചിത്രം ബുക്ക് മൈ ഷോയിലും തരംഗമായി മാറിയിരിക്കുകയാണ്. മണിക്കൂറിൽ 20,000-ന് മുകളിൽ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി വിറ്റുപോകുന്ന 4ാമത്തെ മലയാള ചിത്രം എന്ന നേട്ടമാണ് ആട് 3 സ്വന്തമാക്കിയത്. 23,000-ഓളം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ ഈ ചിത്രത്തിൻ്റെതായി വിറ്റുപോയത്. എമ്പുരാൻ, തുടരും, ലോക എന്നീ ചിത്രങ്ങൾ മാത്രമാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ച മലയാള ചിത്രങ്ങൾ. ബുക്ക് മൈ ഷോയിൽ വമ്പൻ ട്രെൻഡിംഗ് തുടരുന്ന ചിത്രം ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ കേരള ഓപ്പണിംഗ്, ആഗോള ഓപ്പണിംഗ് എന്നിവ നേടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. വലിയ ആവേശത്തോടെയാണ് മലയാള സിനിമാ പ്രേമികളും ആട് ഫ്രാഞ്ചൈസിന്റെ ആരാധകരും ചിത്രത്തെ വരവേൽക്കുന്നത്. ബിഗ് ബജറ്റ് എപ്പിക് ഫാന്റസി ചിത്രമായി എത്തിയ ആട് 3 വിജയബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിം ഹൗസ്, ശ്രീ വേണു കുന്നപ്പള്ളി നേതൃത്വം നൽകുന്ന കാവ്യ ഫിലിം കമ്പനി എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിരിയും ഫാന്റസിയും നിറഞ്ഞ ഒരു പക്ക ഫൺ റൈഡാണ് ഷാജി പാപ്പനും പിള്ളേരും ചേർന്ന് സമ്മാനിക്കുന്നത്. ജയസൂര്യ, വിനായകൻ, ഇന്ദ്രൻസ്, ധർമ്മജൻ ബോൾഗാട്ടി, വിജയ് ബാബു, നോബി, നിർമ്മൽ പാലാഴി, സൈജു കുറുപ്പ്, ഹരികൃഷ്ണൻ, ഭഗത് മാനുവൽ, സണ്ണി വെയിൻ, സുധീകോപ്പ, ബിജുക്കുട്ടൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ചിത്രത്തിന്റെ അവസാന ഭാഗത്തിന് ഒരു പാർട്ട് കൂടി ഉണ്ടാകും എന്ന ഉറപ്പും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലോക പ്രശസ്ത ദക്ഷിണ കൊറിയൻ മ്യൂസിക് ബാൻഡ് BTS സംഗീത ലോകത്തേക്ക് തിരിച്ചെത്തി. 2022-ൽ നിർബന്ധിത സൈനിക സേവനത്തിനായി പോയതിനു ശേഷമുള്ള ബാൻഡിന്റെ ആദ്യത്തെ സ്റ്റുഡിയോ ആൽബമായ ആരിരാങ് വെള്ളിയാഴ്ച പുറത്തിറങ്ങി. 14 ട്രാക്കുകളുള്ള ഈ ആൽബത്തിനൊപ്പം സ്വിംഗ് എന്ന ഗാനത്തിന്റെ മ്യൂസിക് വീഡിയോയും റിലീസ് ചെയ്തിട്ടുണ്ട്. തിരിച്ചുവരവിന്റെ ഭാഗമായുള്ള BTSന്റെ ആദ്യ ലൈവ് സംഗീത പരിപാടി ശനിയാഴ്ച സോളിലെ ഗ്യാങ് വാമുൻ ചതുരത്തിൽ നടന്നു. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ സ്പോട്ടിഫൈയുടെ കണക്കുകൾ പ്രകാരം 50 ലക്ഷത്തോളം പേരാണ് ഈ ആൽബം നേരത്തെ തന്നെ പ്രീ സേവ് ചെയ്തിരുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 2.6 ലക്ഷം ആരാധകർ ശനിയാഴ്ചത്തെ പരിപാടിയിൽ പങ്കെടുത്തു. ആഗോള സിനിമാ ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും നിഷ്പ്രഭമാക്കിക്കൊണ്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ട്രെയിലർ തരംഗമാകുന്നു. പുറത്തിറങ്ങി 24 മണിക്കൂറിനുള്ളിൽ 71.8 കോടി കാഴ്ചക്കാരാണ് ചിത്രം സ്വന്തമാക്കിയത്. സോണി പിക്ചേഴ്സ് പുറത്തിറക്കിയ ഈ ട്രെയിലർ ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിലർ ലോഞ്ച് എന്ന ബഹുമതിയും ഇതോടെ കൈവരിച്ചു. മുൻപ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന ചിത്രം ഒരു ദിവസം കൊണ്ട് നേടിയ 36.5 കോടി കാഴ്ചക്കാരുടെ റെക്കോർഡാണ് സ്പൈഡർമാൻ തകർത്തത്. സിനിമകൾക്ക് പുറമെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 4 എന്ന ഗെയിം ട്രെയിലർ സ്ഥാപിച്ച 47.5 കോടി കാഴ്ചകൾ എന്ന റെക്കോർഡും പീറ്റർ പാർക്കർ മറികടന്നു. റിലീസ് ചെയ്ത് വെറും 8 മണിക്കൂറിനുള്ളിൽ തന്നെ 37.3 കോടി കാഴ്ചക്കാർ എന്ന നാഴികക്കല്ല് ഈ ട്രെയിലർ പിന്നിട്ടിരുന്നു. സ്പൈഡർമാൻ നോ വേ ഹോം എന്ന ചിത്രത്തിലെ സംഭവങ്ങൾക്ക് 4 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് പുതിയ ചിത്രം പറയുന്നത്. ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൺ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം 2026 ജൂലൈ 31-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തും. ബോക്സ് ഓഫീസിൽ $1.9 ബില്യൺ നേടിയ മുൻ ചിത്രത്തിന്റെ വലിയ വിജയത്തിനു ശേഷം എത്തുന്ന ബ്രാൻഡ് ന്യൂ ഡേ ആരാധകർക്കിടയിൽ വൻ പ്രതീക്ഷയാണ് നൽകുന്നത്.